എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, കുറേ ദിവസങ്ങൾ കൊണ്ട് മലയാളം വാർത്താ ചാനലുകൾ ഓണാക്കാൻ ഒരു നിവൃത്തിയില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിൽ ഇതാ ഇങ്ങനെ ചെന്ന് എത്തി നോക്കിയാൽ മതി, നമ്മൾ ഓടിത്തള്ളും. പിന്നെ 3-4 ദിവസം കഴിയാതെ ആ പരിസരത്തോട്ട് അടുക്കത്തില്ല. പത്രങ്ങളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇങ്ങനെ എടുത്ത് നിവർക്കുക, നോക്കുക, മടക്കുക, ആ മൂലയ്ക്ക് വെക്കുക, അതിലും ഒരു രക്ഷയില്ല. കാര്യം എന്താ, എല്ലായിടത്തും ഓടിക്കളിക്കുന്നത് ഒരേ തീമുകൾ തന്നെയാണ്: ബലാത്സംഗം, പീഡനം, ഗർഭം. ഗർഭം, പീഡനം, ബലാത്സംഗം. ഈ സാധനങ്ങളുടെ കുമ്മിയടിയാണ് കുറേ ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മലയാളം സംസാരിക്കാൻ അറിയാവുന്ന സകല ആളുകൾ ഒരു മൈക്കും ക്യാമറയും എടുത്തുകൊണ്ട് ഓരോ മൂലയിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേ ദിവസം കൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം. ചടാവാരുന്നവരും പോകുന്നവരും ബീഡി വലിക്കുന്നവരും കട്ടൻ കുടിക്കുന്നവരും സ്കൂളിൽ പോകുന്ന പിള്ളേരും വരെ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും പദവിക്കും ചേർന്ന രീതിയിൽ നമ്മൾ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? അത് നമുക്ക് കുറച്ചിലല്ലേ, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്. അതുകൊണ്ട് ചേച്ചി ഒരു കടുങ്കൈ അങ്ങ് ചെയ്തു. രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണ്, 2 പശ്ചാത്തലമാണ്. ചേച്ചി ലേറ്റാവെന്തായാലും ലേറ്റസ്റ്റാ വരുവേ. കുറച്ച് വൈകിയാൽ എന്താ? ആ ഗൗരവമൊക്കെ കണ്ടില്ലേ? ഇതിനെ സംബന്ധിച്ച് നല്ല കൃത്യമായിട്ടുള്ള ഒരു ഗവേഷണം നടത്തിയിട്ടായിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ ചേച്ചി പ്രിപ്പയർഡാണ്. അപ്പം ചോദ്യം എന്തായിരുന്നു? എൻ്റെ പൊന്നു മാധ്യമ പ്രവർത്തക, മുകേഷിൻ്റെ പീഡനം വേറെയാണ്, അതുപോലെയല്ല രാഹുലിൻ്റെ പീഡനം. രണ്ടും രണ്ടാണ്. രണ്ടിൻ്റെയും പശ്ചാത്തലം രണ്ടാണ്. രണ്ടിൻ്റെയും ഇരകളായത് 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സ്ത്രീകളല്ലേന്നോ രണ്ടിടത്ത് പീഡനത്തിനിരയായത്? അങ്ങനത്തെ പൊതു ഘടകങ്ങളൊന്നും നമ്മൾ ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. മുകേഷ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് നിയമവിധേയമായിട്ടുള്ള പീഡനമല്ലായിരുന്നോ? പീഡിപ്പിക്കുന്നതിന് ഇന്ന നിയമങ്ങൾ വേണം, ഇന്ന രീതികളിൽ വേണം പീഡിപ്പിക്കാൻ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ വ്യക്തമായിട്ട്? അതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും കൈവച്ചുകൊണ്ടാണ് മുകേഷ് പീഡിപ്പിച്ചത്. പക്ഷെ രാഹുൽ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് ഈ 2 കേസുകളെ തമ്മിൽ താരതമ്യം ചെയ്യുകയേ വേണ്ട. പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ്. പാർട്ടി ശിക്ഷ വിധിക്കാറൊന്നുമില്ല. ആദ്യം തന്നെ ഈ പാർട്ടി കോടതി ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? പാർട്ടിയിൽപ്പെട്ട ആളുകൾ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ എന്തെങ്കിലും വിചാരണയോ ശിക്ഷയോ ഒക്കെ നടപ്പിലാക്കാറുണ്ടോ? അപ്പോൾ തന്നെ പോലീസിന് കൈമാറുമെന്ന്, നിയമപരമായിട്ട് പോലീസിന് കൈമാറും. അപ്പൊ പിന്നെ പീഡന കേസിന്റെ ഒക്കെ കാര്യം പറയാനുണ്ടോ? പെണ്ണുങ്ങളെ പീഡിപ്പിച്ചവന്മാരും മോട്ടിച്ചവന്മാരും ഒക്കെ ഇപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുണ്ടോ? അപ്പോഴെ തൂക്കി വീശിയില്ലേ? നമ്മുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു തരി കള്ളത്തരം അത് ഞങ്ങൾക്ക് സഹിക്കില്ല. അത് കണ്ട ഉടനെ പോലീസിനെ അറിയിക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, വേണമെങ്കിൽ ഞങ്ങൾ സാക്ഷിമൊഴിയും കൂടെ കൊടുക്കും. പിന്നെ അവരെ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് വരെ ഒരു സമാധാനക്കേടാ ഞങ്ങൾക്ക്. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. മനസ്സിലായില്ലേ ചേച്ചി? വരാൻ ലേറ്റ് ആയതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഗവേഷണമൊക്കെ നടത്തി റെഡി ആയിട്ട് വന്നിരിക്കുകയാണെന്ന്. റിക്ടർ സ്കെയിലിൽ തീവ്രത അളക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. ചേച്ചി കറക്റ്റ് കാര്യങ്ങളും കണക്കുകളും കയ്യിലില്ലാതെ വന്ന് പത്രസമ്മേളനം ഒന്നും നടത്തത്തില്ല. ചേച്ചി ആ തീവ്രത അളക്കുന്നതിൻ്റെ ഫോർമുല കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് വിശദീകരിക്കാമോ ചേച്ചി? അതായത് ഈ പീഡനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ തീവ്രത നിശ്ചയിക്കുന്നത്, അതോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. എല്ലാവരും അനുമാനത്തെ ഒന്ന് മാനിച്ചേക്കണേ. രാഹുലിൻ്റേത് ഇത്തിരി തീവ്രത കൂടി നിൽക്കുന്ന ഭയങ്കര തീവ്രം. ചേച്ചിയുടെ കണ്ണുവരെ അടിച്ചു പോയ തീവ്രത ഉണ്ട്. പക്ഷെ മുകേഷിൻ്റെത് താരതമ്യേന തീവ്രത വളരെ കുറഞ്ഞതാണെന്നാണ് ചേച്ചിയുടെ ഒരു അനുമാനം. വേണമെങ്കിൽ ചേച്ചി പീഡനത്തിനിരയായ സ്ത്രീകൾ അനുഭവിച്ച ആ വേദനയുടെ തീവ്രത കൂടി ഇപ്പൊ പറയും ലൈവായിട്ട്. വേണമെങ്കിൽ പറയാം അല്ലേ ചേച്ചി? സ്ത്രീകൾക്ക് വേണ്ടി അത്രയും കൂടെ ഒന്ന് സംസാരിക്കും. ചേച്ചിക്ക് ആ തീവ്രതയുടെ കാര്യം ആലോചിച്ചപ്പോഴേ പൊന്നോ, അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. മുകേഷ് നടത്തിയത് പീഡനമാണെന്ന് ഇതുവരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമ്മളെന്ന് പറയുമ്പോൾ പാർട്ടി കോടതി കുറച്ചു മുമ്പ് പറഞ്ഞു പാർട്ടി കോടതിയും വിചാരണയും ശിക്ഷയൊന്നും ഇല്ലെന്ന്. പക്ഷെ നമ്മുടെ കോടതി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ വീണ ചേച്ചി ഇല്ലേ, ഇപ്പം നമ്മുടെ ആരോഗ്യമന്ത്രി പദം അലങ്കരിക്കുന്ന വീണ ചേച്ചി ഇരുന്നൊരു ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ ജേർണലിസ്റ്റ് ആയിരുന്ന കാലത്തിൽ എടുത്തായിരുന്നു. ആരുടെ? നമ്മുടെ മുകേഷ് അണ്ണൻ്റെ മുൻ ഭാര്യ സരിത ചേച്ചിയുടെ. അപ്പോൾ ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ഹോ, ആ സ്ത്രീ അനുഭവിച്ച ദുഃഖം കേട്ട് വീണ ചേച്ചി ഒഴുക്കിയ കണ്ണീരുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഇടുക്കി ഡാമിൽ വെള്ളത്തിന് ഷോർട്ടേജ് വരുമ്പോൾ അവിടെ പരിഹരിക്കായിരുന്നു. ഡൊമസ്റ്റിക് വയലൻസ് എല്ലാ വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ്, ആരോപിക്കപ്പെടാറുള്ളതാണ്. അതങ്ങനെ മാത്രമാണ്. എനിക്ക് പറയാനിത് അഷെയിംഡ് വീണ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഷെയർ ദിസ് വിത്ത് എനിബഡി. ഒരു വ്യക്തമായിട്ട് വന്നിരുന്ന് ഒരു മലയാള മാധ്യമത്തിലാണ്, ഒരു ജേർണലിസ്റ്റിനോടാണ് സംസാരിച്ചത്. അനുഭവിച്ച പീഡനങ്ങൾ, ലൈംഗിക പീഡനം മാത്രമല്ല, ശാരീരിക പീഡനങ്ങൾ. സ്വന്തം അച്ഛൻ്റെ മുന്നിൽ വെച്ച് പോലും മദ്യപിച്ച് സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് ഉപദ്രവിക്കുക, മക്കളുടെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുക, അവസാനം സ്വന്തം മക്കളെ ഹോസ്റ്റലിൽ കൊണ്ട് വിടേണ്ട വന്ന ഒരമ്മയുടെ അവസ്ഥ. സ്ത്രീകളെ ഒരു തരത്തിലും റെസ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് മുകേഷ് എന്ന് അവർ തുറന്നു പറഞ്ഞായിരുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇവരിതുവരെ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ നോക്കിയിരിക്കാം. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ. അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ്. ഇവരുടെയൊക്കെ മനസ്സിന്റെ വിശാലത നമ്മൾ കാണാതെ പോകരുത് കേട്ടോ. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ തീരെ മുകേഷ് പീഡനം നടത്തിയിട്ടേ ഇല്ല, ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. എന്നാലും ഞങ്ങളത് നിയമത്തിന് വിട്ടുകൊടുത്തു. എന്തെങ്കിലും ശിക്ഷ ഇനി മുകേഷ് അഥവാ അർഹിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ, സാധ്യതയൊന്നുമില്ല. ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല. അത് നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് പോകും. നിയമം ശിക്ഷ വിധിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാതിരുന്നേ. ഈ ചേച്ചി എന്തോന്നാ പറഞ്ഞു വരുന്നത്? അപ്പോൾ ആരെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്താൽ നിയമം ശിക്ഷിച്ചാൽ മാത്രമേ അവർ കുറ്റക്കാരാകത്തുള്ളൂ. ഇതാണല്ലോ ഗോവിന്ദൻ മ്യാസ്റ്റർ തൊട്ട് നിങ്ങൾ വരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം ഈ രാജിവെക്കണം, MLA സ്ഥാനം ഒഴിയണമെന്ന് പറയുന്നത് എന്തോത്തിനാ? കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞായിരുന്നു, എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അല്ലേ ചേച്ചി അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. നിങ്ങൾ എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുക. ഒരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യുമ്പോഴേ അവരവരുടെ രാഷ്ട്രീയ വസ്ത്രം ഉപേക്ഷിക്കണോ അതോ കോടതി ശിക്ഷിക്കുമ്പോൾ ഉപേക്ഷിച്ചാൽ മതിയോ? അതിന് ക്ലിയർ ആയിട്ടൊരു മറുപടി നിങ്ങളുടെ കയ്യിലുണ്ടോ? അതോ നിങ്ങളുടെ പാർട്ടിക്കാരൻ ചെയ്യുമ്പം ഒരു മറുപടി, മറ്റവർ ചെയ്യുമ്പോൾ വേറൊരു മറുപടി, അങ്ങനെയാണോ? അതിന് പച്ച മലയാളത്തിൽ പ്രയോഗമുണ്ട്, ഞാൻ പറയുന്നില്ല. വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയധികം വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു. ഇതുപോലെ ഒരു സ്ത്രീ പീഡകനാന്ന് അറിയുന്ന ആളിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞല്ലോ. സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് മാത്രമല്ല ചേച്ചി, MLA ആയിക്കൂടാ, മന്ത്രി ആയിക്കൂടാ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പൊതുസേവകൻ എന്നുള്ള ലേബലിൽ ഇവൻ ഒരുത്തനും തുടർന്നുകൂടാ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാ? മന്ത്രിപദം അലങ്കരിക്കുന്നവർക്ക് എന്തുമാകാം എന്നാണോ? അതോ ഇരുന്നിരുന്ന് തഴമ്പിച്ച പൃഷ്ഠത്തിന് എന്തു ആകാമെന്നാണോ? ഒരു വനിതാ നേതാവിരുന്നു കൊണ്ട് പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന ദാരുണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ചെറിയ തീവ്രതയിലുള്ള പീഡനങ്ങളാവാം അല്ലേ ചേച്ചി? ഉത്തരവാദിത്തമുള്ള പ്രതികരണം. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തള്ളാൻ ചില്ലറ ഉളുപ്പില്ലായികയൊന്നും പോരെ. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന ബലാത്സംഗ വീരൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഒരു രക്തഹാരം ചാർത്തുന്നതോടുകൂടി പുള്ളി ശുദ്ധീകരിക്കപ്പെടും, പുള്ളി കുറ്റവിമുക്തനാകും അല്ലേ? പീഡിപ്പിച്ച സ്ഥലം രണ്ടാണ്, പീഡിപ്പിച്ച ആളുകൾ രണ്ടാണ്, പീഡിപ്പിച്ച പശ്ചാത്തലം രണ്ടാണ്. അയ്യോ, അല്ല, ഒരു ശരാശരി അടിമയ്ക്ക്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, ഇതുവരെയൊക്കെ പറഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ചേച്ചി കുറേ സംശയങ്ങളും കൂടെ ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ തീവ്രതയുടെ അടിസ്ഥാനം? എങ്ങനെയാണ് നിങ്ങൾ തീവ്രത കൃത്യമായിട്ട് അളക്കുന്നത്? ഈ അളവുകോൽ എവിടെ കിട്ടും? ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു രംഗത്തേക്ക്, അതായത് പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന മേഖലയിലേക്ക്, ആ ഒരു മേഖലയുമായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇറങ്ങിത്തിരിക്കായിരുന്നു. ഇവിടെ തൊഴിലവസരങ്ങളൊക്കെ കുറഞ്ഞു വരികയല്ലേ, കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടട്ടെ.